This is 24. നമസ്കാരം. 24 സ്ത്രീയിലേക്ക് സ്വാഗതം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ഈ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താ പരിപാടിയായി 24 സ്ത്രീയിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വനിതാ മതിലിനായി യോഗം വിളിച്ച സർക്കാർ. പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഉത്തരവ്. പങ്കെടുക്കുന്നവരുടെ പേര് വിവരങ്ങൾ സൂക്ഷിക്കണം. കുടുംബശ്രീ ആശാ വർക്കർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശം. മതിലിനെ നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷം. അയ്യപ്പ ജ്യോതിയിൽ നിന്ന് BDJS വിട്ടുനിന്നു. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തില്ല. അറിയിപ്പ് ലഭിച്ചത് വൈകിയെന്ന് തുഷാർ. കൂടിയാലോചനയ്ക്ക് സമയം കിട്ടിയില്ലെന്ന് വിശദീകരണം. വനിതാ മതിലിനെ ശബരിമലയുമായി കൂട്ടിക്കെട്ടരുതെന്ന് വെള്ളാപ്പള്ളി. പങ്കെടുക്കുമെന്ന് തുഷാർ. ചട്ടമ്പികളെ ഭയന്നല്ല യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാത്തതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. യുവതികളെ കയറ്റാത്തത് സർക്കാരിന് താൽപര്യമില്ലാത്തതിനാലെന്ന് ദേവസ്വം മന്ത്രി. വനിതാ സംഘത്തിന് സുരക്ഷയൊരുക്കിയതിൽ വീഴ്ച പറ്റിയോ എന്നത് അന്വേഷിക്കും. ശബരിമലയിൽ മണ്ഡലപൂജ നട ഇന്നടയ്ക്കും. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് അപകടം. ഹെലികോപ്റ്റർ ഹാങ്ങറിന്റെ വാതിൽ തകർന്നു വീണ് 2 നാവികർ മരിച്ചു. മരിച്ചത് സെയിലർമാരായ നവീനും അജിത്തും. പാർലമെന്റിൽ റഫാലിനെ ചൊല്ലി ബഹളം. JPC അന്വേഷണം പ്രഖ്യാപിക്കാതെ മറ്റു നടപടികളോട് സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷം. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹളത്തെ തുടർന്ന് പിരിഞ്ഞ ലോക്സഭ പുനരാരംഭിച്ചു. മുത്തലാഖ് ബില്ലിന്റെ പരിഷ്കരിച്ച പതിപ്പ് സഭയിൽ. മേഘാലയയിൽ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ 15 തൊഴിലാളികളും മരിച്ചിട്ടുണ്ടാകാമെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന. ഖനിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടെന്നും സേന. സായ്പങ് മേഖലയിലെ ഖനിയിൽ തൊഴിലാളികൾ കുടുങ്ങിയത് നദിയിൽ നിന്ന് വെള്ളം കയറി. മെൽബൺ ടെസ്റ്റിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 443 റൺസിന് ഡിക്ലയർ ചെയ്തു. ചേതേശ്വർ പൂജാരയ്ക്ക് സെഞ്ചുറി. ഓസീസ് പര്യടനത്തിലെ 2ാം സെഞ്ചുറി. കോഹ്ലിക്കും രോഹിത്തിനും അർദ്ധ സെഞ്ചുറി. സ്ത്രീയാണ് പ്രേക്ഷകർ കാണുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മണിക്കൂർ വാർത്താ പരിപാടിയാണ് ഇത്. സ്ത്രീകൾ തന്നെ നിർമ്മിച്ച് അവതരിപ്പിക്കുന്ന വാർത്താ പരിപാടി. പുരുഷന്മാരുടേത് എന്ന് മാത്രമായി ഇന്ന് ഒരു മേഖലയുമില്ല. എല്ലാ മേഖലകളിലും സ്ത്രീകൾ അപ്രമാദിത്വം നേടിയിരിക്കുന്നു. ഇത്തരത്തിൽ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ഏതാനും സ്ത്രീകളാണ് ഇന്ന് 24 സ്ത്രീയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. 24 സ്ത്രീ പരിശോധിക്കുന്നു. കേരളത്തിലെ ഒരു സ്ത്രീ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചാൽ. മത്സ്യബന്ധനം നടത്തുന്നത് ഒരൽപ്പം സാഹസികത നിറഞ്ഞ തൊഴിലാണ്. എന്നാൽ അവിടെയും ഒരു സ്ത്രീ തന്റെ അടയാളം പതിപ്പിച്ചിരിക്കുന്നു. രേഖ കാർത്തികേയൻ. രേഖ കുറേ വർഷങ്ങളായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലൈസൻസും ലഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ലൈസൻസ് കിട്ടിയ ഇന്ത്യയിലെ ആദ്യ വനിതയാണ് രേഖ. ഒരു റിപ്പോർട്ട് കാണും. ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടാണ് രേഖ കടലിലേക്കുള്ള യാത്ര തുടങ്ങിയത്. എതിർപ്പുകൾ അവഗണിച്ച് മത്സ്യബന്ധന തൊഴിലാളിയായ കാർത്തികേയനൊപ്പം ജീവിതം ആരംഭിച്ചപ്പോൾ മുതൽ ഭർത്താവിന് തുണയാകണമെന്നായിരുന്നു രേഖയുടെ ആഗ്രഹം. മക്കൾ 4 ആയപ്പോൾ ജീവിത പ്രാരാബ്ദമേറി. പണി തീരാത്ത വീടും മക്കളുടെ പഠിപ്പും ചോദ്യചിഹ്നമായി മാറിയതോടെ രേഖ കാർത്തികേയനൊപ്പം കടലിൽ പോയി തുടങ്ങി. വെളുപ്പിന് 4 മണിക്കുണരും രേഖ. +2 വിദ്യാർത്ഥിനിയായ മൂത്ത മകളുടെ കയ്യിൽ താഴെയുള്ളവരെ ഏൽപ്പിച്ചാണ് അവൾ പടിയിറങ്ങുന്നത്. സ്വന്തമായൊരു ബോട്ട് എന്ന സ്വപ്നം മനസ്സിൽ കണ്ടാണ് രേഖ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. കടലിൽ വലയെറിയുന്ന രേഖയെ അപ്രതീക്ഷിതമായി കണ്ട സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥർക്ക് ആദ്യം തോന്നിയ കൗതുകം പിന്നീട് ആദരവായി മാറി. കേന്ദ്രമന്ത്രി സുദർശൻ സിംഗ് പൊന്നാടയണിയിച്ച് രേഖയെ ആദരിച്ചു. പണി തീർന്നൊരു വീടും സ്വന്തമായൊരു ബോട്ടുമാണ് ഇനി രേഖയുടെ ലക്ഷ്യം. 24 സ്ത്രീ.
ഇനി പ്രേമി മാത്യു എന്ന സ്ത്രീയെ പരിചയപ്പെടാം. സ്വന്തം മുടിയിഴകൾ ദാനം ചെയ്യുന്നതിലൂടെ ഒരുപാട് മുഖങ്ങളിൽ പുഞ്ചിരി വിരിയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഹെയർ ഫോർ ഹോപ്പ് എന്ന പ്രസ്ഥാനത്തിലൂടെ പ്രേമി മാത്യു. അർബുദ രോഗബാധിതർക്ക് സൗജന്യമായി വിഗ് നിർമ്മിച്ച് നൽകുന്ന ഹെയർ ഫോർ ഹോപ്പിനെ കുറിച്ച് ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് കൂടുതൽ അറിയാം. പ്രവാസി മലയാളിയായ പ്രേമി മാത്യുവിന് ഓരോ മുടിയിഴകളും പ്രിയപ്പെട്ടതാണ്. അതിജീവനത്തിന്റെ സന്ദേശം നൽകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപകയാണ് പ്രേമി മാത്യു. അർബുദ രോഗബാധിതർക്ക് വേണ്ടത് സഹതാപമല്ലെന്ന തിരിച്ചറിവാണ് പ്രേമി മാത്യുവിന്റെ ഹെയർ ഫോർ ഹോപ്പിന് പിന്നിൽ. ഓരോ മുടിയിഴകളും പലരുടെയും ചുണ്ടിൽ വിരിയിക്കുന്ന പുഞ്ചിരിയുടെ മഹത്വമാണ് ഹെയർ ഫോർ ഹോപ്പ് എന്ന സംഘടന കുറെ കാലങ്ങളായി സമൂഹത്തിന് കാണിച്ചു തരുന്നത്. 2012 ആരംഭിച്ചതാണ് ഹെയർ ഫോർ ഹോപ്പിന്റെ യാത്ര. നിർധനരായ രോഗികൾക്ക് വിഗ് നിർമ്മിച്ചു നൽകുന്ന വലിയ ദൗത്യം ആയിരങ്ങൾക്ക് ഇതിനോടകം കൈത്താങ്ങായി കഴിഞ്ഞു. നീണ്ട മുടി പാരമ്പര്യത്തിന്റെ പ്രതീകമായി കരുതുന്ന ജനതയ്ക്കിടയിൽ കേശദാനത്തിലൂടെ വലിയ മുന്നേറ്റം സാധ്യമായി എന്നതാണ് പ്രേമിയെ വ്യത്യസ്തയാക്കുന്നത്. 4 വയസ്സ് മാത്രം പ്രായമുള്ള കുരുന്നുകൾക്ക് മുതൽ വാർദ്ധക്യത്തിലെത്തിയവർ വരെ യാതൊരു മടിയും കൂടാതെ മുടി മുറിച്ചു നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ്. കേരളത്തിൽ നിന്ന് ശേഖരിക്കുന്ന മുടി ചെന്നൈയിലെ അടയാർ ക്യാൻസർ സെന്ററിനാണ് നൽകുന്നത്. അധ്യാപികയായിരുന്ന പ്രേമി തന്റെ ജോലി രാജിവെച്ചാണ് ഇത്തരമൊരു സേവനത്തിനായി ഇറങ്ങിത്തിരിച്ചത്. കീമോതെറാപ്പിയിലൂടെ മുടി നഷ്ടമാകുന്ന രോഗികൾ അനുഭവിക്കുന്ന വിഷമങ്ങളാണ് കേശദാനത്തിലൂടെ മറ്റുള്ളവർക്ക് താങ്ങാവാൻ പ്രേമിയുടെ സ്ഥാപനത്തെ പ്രേരിപ്പിച്ചത്. കൃത്യമായ നീളം, കെമിക്കലുകൾ ഉപയോഗിക്കാത്ത മുടി എന്നിങ്ങനെ നിരവധി മാനദണ്ഡങ്ങളുണ്ട് കേശദാനത്തിന്. എങ്കിലും മുടി ഷേവ് ചെയ്ത് വരെ നൽകാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവർ ഏറെയുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള കോളേജുകൾക്കും സ്കൂളുകൾക്കും പുറമെ പ്രവാസികൾക്കിടയിലും പ്രേമി പരിചിതയാണ്. നന്മ ചെയ്യുവാൻ ദേശവും മതവും ഒന്നും അതിരുകളല്ലെന്ന് തെളിയിക്കുകയാണ് ഈ പ്രവാസി മലയാളി. 24 സ്ത്രീ. ഇനി തെരുവുകളിൽ പാട്ട് പാടുന്ന മണിയെ പരിചയപ്പെടാം. കൊച്ചി വടുതല സ്വദേശിനിയാണ് TK മണി. തെരുവുകളിൽ പാടി ലഭിക്കുന്ന പണം ആയിരക്കണക്കിന് നിരാലംബരായ രോഗികൾക്ക് നൽകാനാണ് ഇവർ വിനിയോഗിക്കുന്നത്. റിപ്പോർട്ട്. ഉച്ചതിരിഞ്ഞ് പാലാരിവട്ടം ബസ് സ്റ്റാൻഡിൽ നിന്നും വഴിയരികുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന സംഗീതത്തിന് കാരുണ്യത്തിന്റെ സ്പർശമുണ്ട്. സിവിൽ എഞ്ചിനീയറായ വടുതല സ്വദേശിനി TK മണി പാട്ടുപാടുന്നത് സ്വന്തം കുടുംബം പോറ്റുവാനല്ല, മറ്റുള്ളവരുടെ അന്നം മുടങ്ങാതിരിക്കാനാണ്. വർഷങ്ങളായി പാട്ടുപാടി കിട്ടുന്ന തുക കൊണ്ട് രോഗികൾക്ക് അഭയമാകുകയാണ് മണി. 1000 രൂപ വരെയാണ് ദിനംപ്രതി വരുമാനം. രാവിലെ ജോലിക്ക് പോയി വന്ന ശേഷവും പതിവ് തെറ്റാതെ മണി പാട്ടുപാടാനെത്തും. എറണാകുളം ജനറൽ ആശുപത്രിയിലെ രോഗികൾക്ക് മണിയുടെ മുഖം സുപരിചിതമാണ്. 3.5 ലക്ഷത്തോളം രൂപയാണ് അവർക്കായി മണി സമ്പാദിച്ചു നൽകിയത്. ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് ശശിധരനും മക്കളും മണിയുടെ കാരുണ്യ പ്രവൃത്തിക്ക് പൂർണ്ണ പിന്തുണയാണേകുന്നത്. നിരവധി അവാർഡുകളും മണിയെ തേടിയെത്തിയിട്ടുണ്ട്. ലാഭേച്ഛയില്ലാതെയുള്ള ആതുര സേവനത്തിന്റെ ഉദാത്ത മാതൃകയാകുകയാണ് മണി. ഇനിയും കനിവ് കാത്തു കഴിയുന്നവർക്കായി മണി പാടുകയാണ്. 24 സ്ത്രീ. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ ഇപ്പോൾ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏതാനും സ്ത്രീകൾ 24 സ്ത്രീയിൽ അതിഥികളായി എത്തുന്നുണ്ട്. ആദ്യം ധന്യാരാമൻ. ധന്യാരാമൻ ഒരു പരിചിത മുഖമാണ്, പ്രത്യേകിച്ച് ചാനലുകളിലൊക്കെ. ദളിത് ആക്ടിവിസ്റ്റാണ്. പല വിഷയങ്ങളിലും, ദളിതരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കമൊക്കെ പലപ്പോഴും ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിചിതമായ ഒരു മുഖമാണ്. പക്ഷെ ഇന്നിപ്പോൾ ധന്യ ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റ് വ്യത്യസ്ത മേഖലകളിൽ എങ്ങനെയാണ് അവർ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്നത് എന്നുകൂടി പറഞ്ഞു തരാൻ വേണ്ടിയാണ്. കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ ഡിസൈനിങ്, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. സ്വയമായി തൊഴിൽ ചെയ്യുന്നു എന്നത് മാത്രമല്ല, ആലംബഹീനരായ ഒരുപാട് പേർക്ക് തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ സ്വയമായി ഓരോ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുകയും ഒക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ധന്യാരാമൻ. ധന്യയിലേക്ക് നമുക്ക് പോകാം. ധന്യയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും പരിചയമുണ്ട്. പക്ഷേ ധന്യയുടെ ഇങ്ങനെ ഒരു മുഖം ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അത്ര പരിചിതമല്ലായിരിക്കും. കൺസ്ട്രക്ഷൻ ഉണ്ട്, ഡിസൈനിങ് ഉണ്ട്, ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട്. ഇത്തരത്തിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇന്റീരിയർ ഡിസൈനിലൊക്കെ ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ ആ സമയത്ത് അപ്പം ITA സെക്ടറിൽ ഞാൻ കൂടുതൽ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയപ്പോൾ അത് ആ കമ്പനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ എന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനുണ്ടായത്. പിന്നീട് ഭർത്താവ് കൺസ്ട്രക്ഷൻ മേഖലയിലാണ്, പുള്ളി CETയിൽ പഠിച്ചതാണ്. അപ്പം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മുമ്പേ എനിക്ക് വളരെ ചെറുപ്പകാലം തൊട്ടേ വളരെ താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു.
കാരണം കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ സിമൻറ്റ് ചാക്കും കരിങ്കല്ലും ചുമന്നാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയിരുന്നത്. ഏകദേശം എൻ്റെ ഒരു 4 വയസ്സ് തൊട്ട് എൻ്റെ ഒരു 17-18 വയസ്സ് വരെ അമ്മ ഈ തൊഴിൽ തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് അത് എപ്പോഴും ഒരു വേദനയുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഒരു പുരുഷന്മാർ പോലും എടുക്കാൻ മടിക്കുന്ന അത്ര വെയിറ്റ് 50 കിലോ സിമൻറ്റ് ചാക്കൊക്കെ എപ്പോഴും എൻ്റെ അമ്മ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച എനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ, നമ്മളെ സംബന്ധിച്ച്, മക്കളെ സംബന്ധിച്ച് അതൊരു മറക്കാൻ പറ്റാത്തൊരു പെയിൻ തന്നെയാണ്. പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ തൊഴിലെടുത്തേ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളൊരു വലിയ ബോധവും അമ്മ തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ശേഷം ഞാൻ കാസർഗോഡ് നിന്ന് കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയ ശേഷമാണ് ഭർത്താവിൻ്റെ കൂടി കൺസ്ട്രക്ഷൻ വർക്കുകളെല്ലാം പഠിച്ചു. പിന്നെ എനിക്ക് തോന്നി നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വരുമാനം, സാധാരണ ഒരു വീട്ടിലേക്കുള്ള വരുമാനം പോരാ എന്നെ പോലുള്ളവരുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്. കാരണം യാത്ര തന്നെ, നല്ല യാത്ര തന്നെയുണ്ട്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള വിവിധ ഊരുകളിലും അല്ലെങ്കിൽ കോളനികളിലും ഞങ്ങളുടെ സെറ്റിൽമെൻറ്റുകളിലൊക്കെ ഒരിടത്തേക്കും തന്നെ വാഹന സൗകര്യമില്ല, ബസ് സൗകര്യം കാണത്തില്ല, റൂറൽ ഏരിയയാണ് അല്ലെങ്കിൽ വനമാണ്. അപ്പോൾ ഇതിലേക്കെല്ലാം വാഹന സൗകര്യം അടക്കം നമ്മൾ ഏർപ്പാടാക്കി പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചിലവുകളും മാത്രമല്ല കാണുന്ന കാഴ്ചകളൊക്കെ അതീവ ദൈന്യത ഉളവാക്കുന്ന കാഴ്ചകളാണ്. അല്ലെങ്കിൽ ഭക്ഷണമില്ല, ഭക്ഷണം, ആരോഗ്യം, പഠനം, ഇതെല്ലാം തന്നെ. പിന്നെ അതിലുപരിയായിട്ട് എനിക്ക് റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികളെ തന്നെയാണ് ഒരുപാട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ കരിയറിനോടൊപ്പം അവരെയും കൂടെ ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരേണ്ടത് എനിക്ക് എൻ്റെ സമൂഹത്തോടുള്ള ഒരു ബാധ്യത ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് സ്വയമേ ബാധ്യതയുണ്ട്, നമുക്ക് സമൂഹത്തോടും ബാധ്യതയുണ്ട്. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുകയും പിന്നെ സാധാരണ വുഡും പ്ലൈവുഡും വെച്ചിട്ടാണ് ഞാൻ ഇൻറ്റീരിയർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ അല്ലാതെ മൊത്തം ചെയ്യുന്നുണ്ട്, സ്ട്രക്ചറും ചെയ്യുന്നുണ്ട്, ഒരു വീടോ അല്ലെങ്കിൽ ഫ്ലാറ്റോ മുഴുവനായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എല്ലാം ഇമ്പോർട്ട് ചെയ്യുകയാണ്. മെറ്റീരിയൽസ് എല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഷിപ്പ് വഴി, കാർഗോ വഴി കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. എനിക്ക് എൻ്റെ ഓഫീസ് ഇവിടെ തിരുവനന്തപുരത്തെ കവടിയാറിൽ തന്നെയാണ്. ഞാനിപ്പം ഒട്ടുമിക്ക ദിവസങ്ങളിലെ യാത്രയായിരിക്കും. അപ്പം മിക്കപ്പോഴും നമ്മുടെ സ്റ്റാഫുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഇപ്പോൾ ഒരു സൈറ്റ് പോയി കണ്ട് അവരുടെ റിക്വയർമെൻറ്റ് അറിഞ്ഞ് ഇപ്പോൾ ഏത് മെറ്റീരിയലാണ് അവർക്ക് വേണ്ടത്, അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ അത് പ്ലാൻ ചെയ്യും, പിന്നെ അതിന് ഡിസൈൻ ചെയ്യും. പിന്നെ ഇപ്പോൾ വുഡാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്തോനേഷ്യ അല്ലെങ്കിൽ മലേഷ്യ ഇതുപോലെയുള്ളിടത്തുനിന്ന് അവിടുത്തെ ടീക്കോ മഹാഗണിയോ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ടീക്കിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. പിന്നെ ലേബർ ചാർജ് കുറവാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ടാണ് അവിടെയുള്ള ഫാക്ടറികളിൽ പോയി സാധനം ഷിപ്പ് വഴി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മളത് സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ സൈറ്റുകളിലേക്ക് എത്തിക്കും. പിന്നെ ഇപ്പോഴായിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിക്കാനായിട്ട് ഫിനിഷ് ചെയ്യാത്ത പ്രോഡക്റ്റ് ചിലപ്പോൾ കൊണ്ടുവരും. എന്നിട്ട് ഇവിടുന്ന് അതിനെ ഫിനിഷ് ചെയ്ത് സൈറ്റുകളിലേക്ക് എത്തിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലും ഒരു വിഭാഗം ആളുകൾക്ക് ഇതിനകത്ത് നല്ലൊരു ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ സാധാരണഗതിയിൽ ഇതൊക്കെ പുരുഷന്മാർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് സ്വയം ഇങ്ങനെ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് തോന്നിയത് എന്തായിരുന്നു? എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എന്ത് വെല്ലുവിളിയും സ്വീകരിക്കുന്ന ഒരു സ്വഭാവമാണ്. കാരണം ഇന്തോനേഷ്യയിലൊക്കെ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്. ഒരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച് അവിടുത്തെ നിയമവശങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം എല്ലാ സുരക്ഷിതത്വം ഒരുക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ആദ്യം ഇന്തോനേഷ്യൻ്റെ ഏറ്റവും ഗ്രാമങ്ങളിലാണ് അവിടുത്തെ സ്ത്രീകൾ, അവിടുത്തെ വുഡിൻ്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തെരുവ് നിറയെ വുഡിൻ്റെ ഫാക്ടറികളാണ്. അപ്പോൾ സ്ത്രീകളാണ് അവിടുത്തെ എല്ലാം ആ ഹാൻഡ് മെയ്ഡ് ഫർണിച്ചേഴ്സാണ് അവിടെ ഏറ്റവും കൂടുതൽ. മെഷീൻസ് ഉപയോഗിച്ചല്ല അവർ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ത്രീകളൊക്കെ രാത്രി 12ഉം 1 മണിയും വരെയൊക്കെ അവരുടെ വീടൊക്കെ നമ്മൾ സാധാരണ വീടിൻ്റെ മുറ്റത്ത് പച്ചക്കറി വെച്ച് വിൽക്കുന്ന പോലെ തന്നെയാണ് ഇവരുടെ തൊഴിൽ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് അവർക്ക് അത്രയും ബിസിനസ് വേണം എന്നുള്ള ആ സ്ത്രീകളെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. പിന്നെ പോയി അവിടുത്തെ ഒരു പാർട്ട്ണറെ ഞാൻ എൻ്റെ കമ്പനിയുടെ പാർട്ട്ണറാക്കി. അപ്പോൾ വേറെ ആരും ഇവിടുന്ന് പോയി ആ സാധനം എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ പ്രോഫിറ്റ് എടുക്കാതെ കുറച്ചും കൂടെ നല്ല ബെസ്റ്റ് പ്രൈസിൽ എനിക്ക് കസ്റ്റമർക്ക് അതുപോലെ നല്ല വീട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വുഡൊക്കെ ആകുമ്പോൾ പിന്നെ പറയാനല്ലോ, കണ്ണിനും നല്ല പ്ലീസിങ് ആയിരിക്കും, ഹെൽത്തിനും നല്ലതാണ്, എക്കോ ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ എൻ്റെ ക്ലയൻസിനെ എല്ലാം വുഡിൻ്റെ ഫർണിച്ചർ, വുഡ് ഇൻറ്റീരിയർ, വുഡ് സീലിംഗ് എല്ലാം ചെയ്യാനാണ് ഞാൻ പ്രേരിപ്പിക്കാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ
ഇതിന്നുള്ള വരുമാനം എനിക്ക് പോരാ എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഈ ഊരുകളിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികൾ, മാതാപിതാക്കൾ മരിച്ചു പോയവർ, ഇവർ തീർത്തും എന്താ പറയണ്ടേ, ഷോക്കിംഗ് ലൈഫാണ് അവരുടെ എന്ന് പറയുന്നത്. തിരിച്ചവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെ വളരെ പാടാണ്. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ സാമൂഹ്യമായിട്ടും മാനസികമായിട്ടും മാറ്റിയെടുക്കുന്ന ഈ ഒരു പ്രക്രിയ ഏറ്റവും വളരെ ബുദ്ധിയുള്ളതാണ്. നമുക്കൊരു ചിലപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റിയേക്കും, 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റിയേക്കും. പക്ഷേ ഒരു മനുഷ്യനെ മാനസികമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എടുക്കുന്ന ആ ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ, അത് വളരെ നമ്മൾ അവർക്ക് ഓരോ സൂക്ഷ്മതയോടെ അവരെ കൈപിടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികളൊക്കെ ആണെങ്കിൽ നേരത്തെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ ഷെൽട്ടർ ഹോമിലേക്ക്. എനിക്ക് തോന്നുന്നു ധന്യ, ഇപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ബിസിനസ് ഒക്കെ നടത്തുമ്പോൾ അത് സ്വയം അത് ലാഭം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും അതിലെങ്ങനെ ഒരു പേരെടുക്കാം എന്നൊക്കെ ആലോചിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും, അതൊക്കെ ആയിരിക്കും ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ലക്ഷ്യം. പക്ഷേ ധന്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ നിരാലംബരായിട്ടുള്ള ആളുകൾ, ദളിതർ, അവർ അതുപോലെ പീഡിപ്പിക്കപ്പെട്ടവർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് കൂടി ഇതിൻ്റെ ഒരു ഭാഗം ചെലവഴിക്കണമെന്നൊക്കെ തോന്നലുണ്ടാകാൻ കാരണം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുകയും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അത്ര അടുത്തറിയുകയും ചെയ്യുന്ന ഒരാൾ ആയതുകൊണ്ട് കൂടി ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. ഒന്ന്, നമ്മളൊക്കെ ജനിച്ചു വളർന്നു വരുന്ന സാഹചര്യം, നമ്മളൊക്കെ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിന്ന ആളുകളാണ്. അപ്പോൾ ഒരു മനുഷ്യന് അത്യാവശ്യം ജീവിക്കാൻ വേണ്ട ഒരു സ്റ്റാൻഡേർഡ് ലൈഫ് ഉണ്ടല്ലോ, അതിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുക എന്നുള്ളതും കൂടെ എൻ്റെ ഒരു ലക്ഷ്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു കോളനിയിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും വിദേശ യൂണിവേഴ്സിറ്റി പോകുക, അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിലോ MNCയിലോ ജോലിയെടുത്ത് അവർ ആ സമൂഹത്തെ മാതൃകയാക്കി അവരെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളതും എൻ്റെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര ശ്രമമാണ് ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് നമ്മളൊക്കെ ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് സമ്പാദ്യത്തെക്കുറിച്ചൊന്നും ഒരിക്കലും ഓർത്തിട്ടേ ഇല്ല. ഒരിക്കലും ഒരു സ്വർണ്ണം പോലും ഉപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ താലിമാല പോലും അടുത്ത ഒരു ആദിവാസി സ്ത്രീയുടെ കുഞ്ഞിന് ഊരി കൊടുത്തുകൊണ്ട് അതുകൊണ്ട് അവരുടെ ആ കുട്ടി ആ സമയത്ത് അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത്രയും പോലും ഞാൻ എൻ്റെ സമ്പത്തിനെക്കുറിച്ചോ എൻ്റെ പദവിയെക്കുറിച്ചോ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അത്രയും ആത്മാർത്ഥത നമ്മൾ ഉള്ളിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും കടുത്ത മാനസിക സംഘർഷം നമുക്ക് നല്ലപോലെ ഉണ്ടാകാറുണ്ട്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ ഒന്ന് സുരക്ഷിതമാക്കി വയ്ക്കുക എന്നുള്ളതാണ്. നേരത്തെയൊക്കെ അറിയാലോ, ആർക്കും എങ്ങനെയും റേപ്പ് ചെയ്തിട്ട് പോകാവുന്ന ഒരു ഇടമായിരുന്നു പല കോളനികളും. അപ്പോൾ നമ്മളൊക്കെ പോയി തുടങ്ങി പിന്നെ പോലീസിൻ്റെ സാന്നിധ്യം അവരുടെ പിന്തുണയൊക്കെ ആയപ്പോഴത്തേക്കും കുട്ടികൾ സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം നമ്മൾ എൻ്റെ ഒരു പേഴ്സണൽ കരിയർ എന്നുള്ള അതിൽ നിന്നും ഞാൻ മറ്റുള്ളവരിലേക്കും കൂടി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ 10 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്ത് അതൊരു സൊസൈറ്റിയായി രജിസ്റ്റർ, 7 പേരെ കൂട്ടി അതൊരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ മാതാപിതാക്കൾ മരിച്ചുപോയ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങാന്ന് വിചാരിച്ചു. ധന്യയിലേക്ക് ഞാൻ തിരികെ എത്താം. ഇപ്പോൾ മീര മനോജ് എന്ന ഒരു സംരംഭക, അവർ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് തത്സമയമുണ്ട്. മീര കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു 5 വർഷങ്ങളായി കേക്ക് നിർമ്മാണ മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതും ഡിസൈനർ കേക്കുകളുടെ നിർമ്മാണത്തിലാണ് കൂടുതലായും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത് വീട്ടിൽ തന്നെ ചെയ്യുന്നു, പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നും ഇല്ല, സ്വയമായി ഇത് ചെയ്യുന്നു. അങ്ങനെ ഒരു എറണാകുളത്ത് അങ്ങനെ പേരെടുക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് സെലിബ്രിറ്റികൾക്കൊക്കെ വേണ്ടി കേക്ക് നിർമ്മിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് ഈ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന ഒരാളാണ്. എന്താണ് ഈ കേക്ക് നിർമ്മിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് വരണമെന്നൊക്കെ തോന്നിയത് എന്തുകൊണ്ടാണ്? ചെറുപ്പം മുതലേ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നോ? ചെറുപ്പം മുതലേ കുക്കിങ്ങിനോട് വലിയ താല്പര്യമായിരുന്നു, വളരെ ചെറിയ ഏജ് മുതൽ. അപ്പോൾ എറണാകുളത്ത് കല്യാണത്തിന് ശേഷമാണ് എറണാകുളത്ത് സെറ്റിൽഡായത്. അപ്പോഴും കുക്കിങ്ങിലായിരുന്നു താല്പര്യം. പിന്നെ കേക്കുകളുടെ ഒരു വിശാലമായ ലോകം എന്ന് തന്നെ പറയാം. എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങനെ കാണുന്നത് പലതരത്തിലുള്ള ഡിസൈനർ കേക്കുകൾ. അപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെയൊക്കെ ഒരു പ്രചാരം വന്ന സമയത്താണ് കൂടുതലും ഓരോരുത്തരും ഇപ്പം അവനവനുണ്ടാക്കിയ ഡിഷസ് അതുപോലെ കേക്കുകൾ എല്ലാം ഫേസ്ബുക്ക് വഴി മറ്റുള്ളവരെ കാണാനായിട്ട് വലിയൊരു ചാൻസ്, ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ഒരുപാട് ഡിസൈനർ കേക്കുകൾ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടു. അപ്പോൾ പലരും, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും ആ ഒരു മേഖലയിലേക്ക് തിരിയുന്നത് ഞാൻ കണ്ടു. അപ്പം അത് വലിയൊരു പ്രചോദനമായിരുന്നു ശരിക്കും എനിക്ക്. അപ്പോൾ അങ്ങനെ ഞാനും കേക്കിൻ്റെ കൂടുതൽ വലിയ കോഴ്സുകൾ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ എറണാകുളത്ത് തന്നെ ഞാൻ പഠിച്ചു. അങ്ങനെയാണ് ഡിസൈനർ കേക്കിൻ്റെ ഒരു വേൾഡിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇത് നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതിന് അത്ര വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട എന്ന് തോന്നുന്നു അല്ലേ? വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക യൂണിറ്റ് ഒന്നും ഇല്ലാതെ ചെയ്യുമ്പോൾ അതിന് അങ്ങനെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ?
വേണ്ട. ഞാനൊരു ഹോം ബേക്കിംഗ് ആയിട്ടാണ് ശരിക്കും വീട്ടിലേക്കുള്ള ആവശ്യം ഉള്ള ഡിസൈനർ കേക്ക്സ് അങ്ങനെ ഒരു ചിന്തയോടെയാണ് തുടങ്ങിയത്. ഒരിക്കലും ഒരു പ്രൊഫഷൻ ആക്കി മാറ്റണം എന്ന് ഒരിക്കലും ഡെലിബറേറ്റ് ആയിട്ട് തോന്നി അങ്ങനെയല്ല തുടങ്ങിയത്. പാഷനായിരുന്നു, കുക്കിംഗ് എന്നും പാഷനായിരുന്നു, ബേക്കിംഗ് ഒരു അടുത്ത പാഷൻ എന്ന് പറയാം. അങ്ങനെ തുടങ്ങി വീട്ടിലെ ആവശ്യങ്ങൾക്കായി ചെയ്തു തുടങ്ങി. പക്ഷേ പല ഫ്രണ്ട്സും ഇപ്പോൾ വന്ന് വീട്ടിൽ നമ്മളൊരു അവസരത്തിലൊരു ഒക്കേഷനിൽ കേക്ക് ഉണ്ടാകുന്ന സമയത്ത് പലരും വന്നിട്ടുണ്ട്. അവരത് കഴിച്ചതിന് ശേഷം അവർ പറഞ്ഞു നന്നായിട്ടുണ്ടല്ലോ, നമ്മൾ ബേക്കറികളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആണല്ലോ. അപ്പോൾ അവർ ഓർഡർ തരാൻ തുടങ്ങി അവരുടെ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും വരുമ്പം. അങ്ങനെ നമ്മൾ തുടങ്ങി. അപ്പം എനിക്കവിടെ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇപ്പോൾ ഒരു ബിഗിനറിന് ശരിക്കും ഒരു അധികം മുതൽ മുടക്കില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒരു സംരംഭമാണിത്. പിന്നെ നമ്മൾ ഇപ്പം എന്നോട് ചോദിച്ച പോലെ യൂണിറ്റായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മുതൽ മുടക്കമുണ്ട് അതിന്. അപ്പം ഞാൻ ഇത്രയും കാലമായിട്ടും വീട്ടിൽ തന്നെയാണ് ഒരു 2 ഓവൻ്റെ ആദ്യത്തെ തുടക്കത്തിൽ ഒരു ഓവനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രണ്ടാമതൊരു ഓവനും കൂടെ മേടിച്ചു നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച്. അങ്ങനെ എന്നാലും നമ്മൾ അത്രയധികം ഒരു എക്സ്പാൻഷൻ്റെ ലെവലിലേക്ക് പോയിട്ടില്ലാത്തതുകൊണ്ട് വലിയ മുതൽ മുടക്കം ഉണ്ടായിട്ടില്ല. യൂണിറ്റ് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് തീർച്ചയായിട്ടും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോഴും അതിൽ പേരെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് എറണാകുളം പോലെ ഒരു നഗരത്തിൽ. ഞാൻ മീരയിലേക്ക് തിരികെ എത്താം. ധന്യ, ഇതിനിടയിൽ ഞാൻ അറിഞ്ഞ ഒരു കാര്യം, ധന്യ ഇന്റലിജൻസിന്റെ കർശനമായ നിരീക്ഷണത്തിലാണ് തുടർച്ചയായി എന്ന് ഞാൻ അറിയുകയുണ്ടായി. ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ള ബിസിനസ് സംരംഭമൊക്കെ നടത്തുകയും ഈ പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയിൽ ഈ ഇന്റലിജൻസിന്റെ നിരീക്ഷണം എന്ന് പറയുന്നത് അതെന്താണത്? അല്ല, അത് അങ്ങനെയല്ല. അത് ഞങ്ങൾ ആദിവാസി മേഖലയിലാണല്ലോ. അപ്പം ഞങ്ങൾക്ക് മറ്റേതെങ്കിലും പുറത്തുള്ള മറ്റേതെങ്കിലും ശക്തികളുമായിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഒരു സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരും എപ്പോഴും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ 1-2 ദിവസം കൊണ്ട് തുടങ്ങിയതല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8 വർഷം ഞാൻ നിരന്തരമായിട്ട് 3600 കോളനികളിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു സംഘടനയോ അല്ലെങ്കിൽ സർക്കാരിനോ തന്നെ ഉദ്യോഗസ്ഥർക്ക് തന്നെ എത്തപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. അപ്പം എനിക്ക് തുടക്കം തൊട്ടേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെയധികം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വളരെ സ്വതന്ത്രമായി എനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഏത് സർക്കാർ വന്നാലും അവരുടെയും പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഈ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ജോലിയാണ്. അപ്പോൾ അവർ വിചാരിക്കും എവിടെ നിന്നാണ് നമുക്ക് ഈ പൈസ കിട്ടുന്നത്, വെളിയിൽ നിന്നോ മറ്റേതെങ്കിലും തീവ്രവാദ സംഘടനയെന്നോ നമുക്കൊക്കെ സ്പോൺസർമാരുണ്ടോ, അപ്പം ഇങ്ങനെയൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഞാനൊരു ജാതിവാലുള്ള ആളാണെങ്കിൽ അവർക്ക് എത്ര ഞാൻ എന്ത് ചെയ്തിരുന്നെങ്കിലും ഒരു കുഴപ്പം വരത്തില്ലായിരുന്നു. പക്ഷേ ഞാനൊരു ദളിത് ആദിവാസി മേഖലയിലുള്ള ആളായതുകൊണ്ട് എനിക്ക് എവിടെ നിന്നാണ് ഇത്ര പൈസ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ശക്തമായിട്ടുള്ള നിരീക്ഷിക്കലൊക്കെ അന്നും ഇന്നും അതുപോലെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ഒരു തെറ്റും കൂടാതെ എനിക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുപരിയായിട്ട് ഇപ്പം ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് നമ്മളെ ഇൻ്റലിജൻസ് നമ്മളെ നിരീക്ഷിക്കുന്ന സമയത്തും ആ നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള പയ്യന്മാരെയൊക്കെ നമ്മുടെ പല മറ്റ് സംഘടന, ഇപ്പോൾ KPMS ആയാലും CSDS ആയാലും ഇത് BSP ആയാലും ഇതുപോലത്തെ മറ്റ് ദളിത് സംഘടനകളുണ്ട്. അപ്പോൾ അതിലെ പയ്യന്മാരോടൊക്കെ പോയി ഇൻ്റലിജൻസ് ആരെങ്കിലും ചോദ്യം ചെയ്യും. അത് എവിടുന്ന ധന്യരാമൻ ആരാ, ധന്യരാമൻ്റെ ബാക്കിൽ ആരാണ് സപ്പോർട്ട്, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ അവരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കും കൂടെ ബോധ്യമാവാനാണ് നമ്മളൊക്കെ ഇത്തരത്തിലൊരു ഷോയിൽ വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നമ്മുടെ കരിയർ എന്താണ്, നമ്മൾ ഏത് രീതിയിലാണ് പൈസ ഉണ്ടാക്കുന്നത്, അത് കൃത്യമായിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് അതെല്ലാം എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഒരു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് തന്നെയാണ് ചെയ്യാറ്. ചിലപ്പോൾ രാത്രി 1 മണി 2 മണി വരെ ഓഫീസിൽ കുത്തിയിരുന്നിട്ടാണ് ഞാൻ എൻ്റെ ജോലികളെല്ലാം തന്നെ തീർക്കാറ്. അത് മറ്റൊരാളെ ഞാൻ ഏൽപ്പിക്കാറുമില്ല. കാരണം നാളെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും അതിനുള്ള എവിഡൻസ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാനും എനിക്ക് സാധിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ നേരത്തെ ധന്യ പറഞ്ഞല്ലോ ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ജോലിയുടെ ഭാഗമായിട്ട് പോകാറുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ ഈ പോകുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് നിരീക്ഷണം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ബാധ്യതയായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കൃത്യമായിട്ട് ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോകാറുണ്ടെന്ന് വെച്ചാൽ, ഒന്ന് എൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ട് പോകാറുണ്ട്, 2 പോകുന്നത് പിന്നെ എക്സിബിഷനുകൾ. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഏതെങ്കിലും ഇപ്പോൾ ഒമാനിലാണ് എല്ലാ വർഷവും ഒമാൻ IDF എന്ന് പറഞ്ഞിട്ട് എല്ലാ രാജ്യങ്ങളിലെയും ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനികൾ അവരുടെ പ്രോഡക്റ്റുമായിട്ട് വന്ന് അവിടെ എക്സിബിഷൻ നടത്തും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പുതിയ മോഡൽ ഇറങ്ങിയത് നമുക്ക് അവിടെ വെച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരാഴ്ചയോ
അതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകും, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ട ഒരുക്കങ്ങൾ നമ്മൾ മുമ്പേ നടത്തും. അപ്പോൾ അത്ര വലിയ ചോദ്യം ചെയ്യലൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഈ നിരീക്ഷണം നമ്മളുടെ മേലൊക്കെ എപ്പോഴും ശക്തമായി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നാളെ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണെന്നുള്ളൊരു ചോദ്യം മറ്റുള്ളവരുടെ നിന്ന് വരരുതല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മളുടെ മറ്റൊരു വശം കൂടി ആളുകൾ അറിയണമെന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു പലരും ചെയ്യുന്ന പോലെ അനാവശ്യ പണപ്പിരിവ് നടത്തി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളാണെന്ന് ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആ ചിന്തകളൊക്കെ മാറ്റണം എന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമ്മളൊക്കെ ഇത്തരം നിങ്ങൾ വിളിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ഓടി വരുന്നത്. തീർച്ചയായും ഞാൻ ധന്യയിലേക്ക് തിരികെ എത്താം. രേഖ, നമ്മൾ രേഖയെക്കുറിച്ചൊരു റിപ്പോർട്ട് അല്പസമയം മുൻപ് കണ്ടു. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ആദ്യമായി ഇന്ത്യയിൽ ലൈസൻസ് ലഭിച്ച വനിത രേഖ കാർത്തികേയൻ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. രേഖയുടെ ജീവിത പ്രാരാബ്ധങ്ങൾ തന്നെയാണോ ഈ മത്സ്യബന്ധന മേഖലയിലേക്ക് രേഖയെ കൊണ്ട് ചെന്നെത്തിച്ചത്? അതായത് ഇങ്ങനൊരു മേഖലയിൽ സാധാരണമായി സ്ത്രീകൾ അങ്ങനെ പോകാറില്ല. മീൻ പിടിക്കുന്നതിന് സ്ത്രീകൾ പോകുന്നത് അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ രേഖ അങ്ങനെ ഒരു മേഖലയിലേക്ക് പോയത് അത് ജീവിത പ്രാരാബ്ധം തന്നെയാണോ രേഖ അവിടെ കൊണ്ടെത്തിച്ചത്? അതെ, ജീവിത പ്രാരാബ്ധം തന്നെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 4 പെൺകുട്ടികളാണ്. പിന്നെ ഞങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു. അപ്പൊ ഞങ്ങക്ക് 2 കൂട്ടരും ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പൊ ആ അവസ്ഥയില് നമുക്ക് ജീവിക്കാനുള്ള മാർഗം കുറവായിരുന്നു. അപ്പൊ 2 പേരും കൂടി ഒരു തൊഴില്, ആളുടെ കൂടെ ഞാനും കൂടി അങ്ങനെ ആ തൊഴിലിൽ ഏർപ്പെട്ട് ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ഞങ്ങള് ജീവിതമാർഗം കണ്ടെത്തിയത്. അപ്പൊ അത് അന്ന് ഈ ആദ്യമായിട്ടൊക്കെ മീൻ പിടിക്കാൻ കടലിലേക്ക് ഇറങ്ങുമ്പോൾ പേടി തോന്നിയിട്ടില്ലേ? കടലിൽ ആദ്യമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാന് ചെറുവഞ്ചിയിലാണ് പോയിരുന്നത്. ചെറിയ വഞ്ചി, 2 വഞ്ചി. പിന്നെ മീൻ അടിക്കാൻ സഹായിക്കും, പിന്നെ അതുപോലെ തന്നെ വല നെയ്യാൻ സഹായിക്കും. പിന്നെയാണ് ഈ കടലിലേക്ക് ആഴങ്ങളിലേക്ക് പോയി തുടങ്ങിയത്. അപ്പൊ ആദ്യമൊക്കെ പേടിയുണ്ടാവും. അതിപ്പോ ഏത് മനുഷ്യനായാലും നമുക്ക് പോകാത്ത സ്ഥലങ്ങളിലേക്ക് ഒരു പേടി. കടലെന്ന് പറഞ്ഞാൽ തന്നെ ഒരു അത്ഭുതവും ഒരു പേടിയാണ് നമുക്ക് ആദ്യം മനസ്സിൽ കടന്നു വരാം. അപ്പൊ ആദ്യമൊക്കെ പേടി തന്നെയായിരുന്നു. പക്ഷെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മള് കടലമ്മേനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മള് ഒരു കുഴപ്പം വരുത്തില്ലേ എന്ന് പറഞ്ഞ് നമ്മ ആ ജോലിയിൽ ഏർപ്പെട്ടു പോയിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ പോയപ്പോഴേ ചെറുവഞ്ചികളിൽ പോയി എന്ന് പറഞ്ഞു, പിന്നീട് കടലിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം കൂട്ടത്തിൽ ഭർത്താവ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആൾ തന്നെയായിരുന്നു കൂടെ. ഇപ്പോഴും ആൾ തന്നെ കൂടെ. അപ്പോൾ പിന്നീട് എന്തെങ്കിലും ഒരു അനുഭവം, ഈ കടലിൽ പോയിട്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഇപ്പോഴത് ആലോചിക്കുമ്പോൾ പേടി തോന്നുന്ന ആ തരത്തിലേക്കുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും കടൽ പ്രക്ഷുബ്ധമായി അതിനെ തുടർന്നൊക്കെ അനുഭവങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങള് രാത്രി വലട്ടിട്ട് മീനിന്റെ വലൊക്കെ ഇട്ടിട്ട് ഞങ്ങള് അവിടെ ഫൈബർ ലാൻഡ് ചെയ്ത് കിടക്കായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കടലിൽ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. രാത്രിയിലും പകലായാലും ഒക്കെ അങ്ങനെ പിടിക്കുന്നില്ല. അണിയത്ത് പോയിരുന്നു ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് രാത്രി സമയത്ത് നമുക്ക് സിഗ്നലുകളിൽ മിന്നാമിനിങ്ങാണ്. കൊടിയുമ്പോൾ നമ്മളൊരു മിന്നാമിനിങ് ഇടും. അല്ലെങ്കിൽ നമ്മുടെ വഞ്ചിയുമ്പോൾ ഒരു അടയാളം ഇടും. മിന്നാമിനിങ് ഇങ്ങനെ മിന്നിരിക്കത്. അപ്പൊ അതാണ് നമ്മളുടെ അടയാളം. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ ഒരു ഫൈബർ ഓടി വരുന്നുണ്ട്. അപ്പൊ എന്റെ വിചാരം തിരിവൊക്കെ ചോദിക്കാൻ വരും. കാരണം നമ്മള് മീൻ വലയിട്ട് കിടക്കുന്ന സമയത്ത് ചെറുപ്പ് നോക്കിയോ അല്ലെങ്കിൽ തിരിവുണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വരും. ഇവിടെ വലയിട്ടാ മീൻ കിട്ടുമോ എന്നൊക്കെ നമ്മളോട് ഒന്ന് ചോദിക്കും. അതാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇത് അണിയത്തേക്ക് ഇങ്ങനെ സെന്ററിലോട്ട് കയറി വരാണ്. നമ്മുടെ ഫൈബറിന്റെ സെന്ററിലേക്ക് കയറി വരാണ്ട് എനിക്ക് തോന്നി എന്തോ ഒരു അപകടം പോലെ. അപ്പൊ ഞാന് ശക്തമായിട്ട് ഓളിയിട്ടു. എന്റെ ഓളി കേട്ടിട്ട് അയാള് ഞെട്ടി എണീറ്റ് അയാള് 2 ഡബിൾ എഞ്ചിനിട്ടിട്ട് ഉറങ്ങി വരായിരുന്നു. ഒരു കുളച്ചിലുകാരനായിരുന്നു. ബ്ലാങ്ങാട് കടപ്പുറത്തുനിന്ന്, ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്തുനിന്ന് ചൂണ്ടപ്പണിക്ക് പോകുന്ന ഒരു കുളച്ചിലുകാരനായിരുന്നു. അയാള് 2 ഡബിൾ എഞ്ചിൻ ഇട്ടിട്ട് സ്പീഡിൽ വരാണ്. ആള് ഉറങ്ങിപ്പോയില്ലോ. ഈ വഞ്ചിയൊന്നും ആള് കാണില്ല. അങ്ങനെ ഞാനന്ന് ഓടിയിട്ടിരുന്നില്ലായിരുന്നെങ്കിൽ അന്ന് അവിടെ നമ്മുടെ ഫൈബർ മറിഞ്ഞ് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. രേഖ, ഒരു അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം തുടരണം. മറ്റൊരു അതിഥിയിലേക്ക് കൂടി പോയിട്ട് ഞാൻ രേഖയിലേക്ക് എത്താം. കാശി ഗണേഷ് 20 വർഷമായി എറണാകുളത്ത് സ്വന്തമായി സ്റ്റുഡിയോ നടത്തുകയാണ്. ഫോട്ടോഗ്രാഫർ ആണ്. കല്യാണങ്ങൾക്ക് പോകും, വീഡിയോ ഫോട്ടോഗ്രാഫി ചെയ്യും, സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യും. 1999 മുതലാണ് കാശി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. മറ്റൊന്ന്, എറണാകുളത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ വനിതാ ഫോട്ടോഗ്രാഫർ ആണ് കാശി ഗണേഷ്. കാശി, സ്വാഗതം 24 സ്ത്രീയിലേക്ക്.
പൊതുവെ പുരുഷന്മാരാണ്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോലും പുരുഷന്മാർ കൈയാളുന്ന ഒരു മേഖലയിൽ 20 വർഷം മുൻപ് ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുമ്പോൾ അതൊരു അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അവിടെ ഒരു പേരെടുത്ത് വരിക എന്ന് പറയുമ്പോൾ, ആളുകളുടെ അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് ഈ മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ പ്രചോദനം? ഈ മേഖല എനിക്ക് എന്നെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു തൊഴിൽ ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് തിരഞ്ഞെടുക്കാൻ തന്നെ ഒരു കാര്യം. കാരണം അന്ന് ഞാൻ ഈ ഫീൽഡിൽ വരുന്ന കാലത്ത് സ്ത്രീകൾക്ക് ഫോട്ടോഗ്രാഫി നല്ല സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ്. പക്ഷെ സ്കോപ്പുള്ള മേഖലയാണെങ്കിൽ പോലും അങ്ങനെ അധികം സ്ത്രീകൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ലല്ലോ. അപ്പോൾ അത് ആദ്യമായൊരു സ്ത്രീ വരുമ്പോൾ അതെങ്ങനെയാണ് താൻ അംഗീകരിക്കപ്പെടുക എന്നൊക്കെയുള്ള ആശങ്കയൊന്നും ഉണ്ടായിരുന്നോ? ആശങ്ക ഇപ്പോഴായിരുന്നു എനിക്ക് അതിനെപ്പറ്റി ഒരു ബോധ്യം വന്നത്. പക്ഷെ അന്ന് എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവുണ്ടായിരുന്നില്ല. ഒരു തൊഴിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ എൻ്റെ മുന്നിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് എത്രത്തോളം നമുക്ക് വിജയിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഈ ഫീൽഡിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ആശങ്കയൊന്നും നമുക്ക് അന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ എങ്ങനെയോ 20 വർഷമായി നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഈ തുടക്കത്തിലൊക്കെ ഇത് പഠിച്ചത് എങ്ങനെയാണ്? ഇത് നമ്മൾ നന്നായി പഠിക്കുകയും പിന്നെ അതിനോടൊരു കഴിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ കഴിവുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ഇത് പഠിക്കാനായി പ്രത്യേക ഒരു ട്രെയിനിങ് അങ്ങനെയൊക്കെ നേടുകയുണ്ടായോ? അപ്പോൾ ഞാൻ പഠിച്ചത് തന്നെയാണ്. ഞാൻ കൊടുങ്ങല്ലൂർ തേജസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോട്ടോഗ്രാഫി എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 1 ഇയർ കോഴ്സായിട്ട് തന്നെയാണ് ഫോട്ടോഗ്രാഫി പഠിച്ചത്. അവിടെ എൻ്റെ ഗുരു എന്ന് പറയുന്നത് ഹരി എന്ന് പറയുന്ന ഒരു സാറാണ്. അദ്ദേഹമാണ് എന്നെ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചതും ഒക്കെ. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്കിന് പോയും പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കല്യാണമാണ് ഞാൻ ആദ്യമായിട്ട് പുറത്തൊരു വർക്ക് ചെയ്യുന്നത് തന്നെ. സാറ് തന്നെയാണ് ഈ ഫീൽഡിലേക്ക് എന്നെ ഇത്രയും എത്തിച്ചതും സാറ് തന്നെയാണ്. സമൂഹത്തിലേക്ക് എത്താനും ഇറങ്ങാനും ഒക്കെ സാറ് നല്ലൊരു ഹെൽപ്പ് തന്നെയായിരുന്നു അത്. കാശിയിലേക്ക് ഞാൻ എത്താം. രേഖയ്ക്ക് 4 കുട്ടികളാണ്. അപ്പോൾ ഈ കടലിലേക്ക് ജോലിക്കായി പോകുമ്പോൾ അന്ന് എങ്ങനെയാണ് ഈ മറ്റു കുട്ടികളെ നോക്കുന്നത്? മൂത്ത കുട്ടിയെ ഏൽപ്പിച്ചിട്ടാണ് എന്നൊക്കെ ഞാൻ വായിച്ചറിഞ്ഞു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? ആദ്യം അമ്മ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ. എൻ്റെ അമ്മയുള്ള സമയത്ത് നമുക്ക് കുഴപ്പമുണ്ടാകുന്നില്ല. ഇപ്പൊ അമ്മ മരിച്ചിട്ട് ഇപ്പൊ ഒരു 3 വർഷമായിട്ടുണ്ട്. അപ്പോ മോളാണ് വീട്ടിലെ പണികളൊക്കെ എടുക്കുക. അവള് രാവിലെ എനിക്ക് ചോറ് വെക്കും, കറി വെക്കും. മറ്റുള്ളവർക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം മക്കൾക്ക്. അപ്പൊ ആ ചോറ് പാത്രത്തിലാക്കി അവൾക്കുള്ള ചോറാക്കിയിട്ട് അവള് താഴെയുള്ള 2 ആളെയും ശ്രദ്ധിച്ചിട്ട്, 2ാമത്തെ ആൾക്ക് പിന്നെ ഇത്തിരി അറിവുള്ള കാരണം അവളുടെ കാര്യങ്ങൾ ചെയ്തോളും. ഇവർ 2 ആളെയും ഒരുക്കി കുളിപ്പിച്ചൊക്കെ നിർത്തി സാധനം ബാഗും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് അവള് ഒരു 8 മണിയാകുമ്പോൾ അവള് പോകും. പിന്നെ ഇവര് ഒരു 8:30 കൂടിയിട്ട് അവരും പോകും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥർ എങ്ങനെയോ രേഖയെ കണ്ടെത്തുകയും ആദ്യം അവർക്കൊരു കൗതുകം തോന്നി. പിന്നീടാണ് അവർ ഇത് വളരെ സീരിയസ് ആയിട്ടാണ് രേഖ ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും പിന്നെ അതൊരു അവരുടെ ഭാഗത്തു നിന്നൊരു ആദരവ് നേടുകയും ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ആ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? CMFRയിലത്തെ ഡയറക്ടർ ഗോപാലകൃഷ്ണൻ സാറ്, ഷോജി മാഡം, സമദ് സാറ്, പ്രകാശൻ സാറ്, അങ്ങനെ അവരൊക്കെ വന്ന് നമ്മള് കടലിൽ പോണ ദമ്പതിമാരെന്നുള്ളത് അവര് കണ്ടെത്തി. അതായത് ഇത്രയും കടലിൽ പോയിട്ടു. കാരണം ഒരു സ്ത്രീയും കടലിൽ പോകണില്ല. ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടാണ് കടലിൽ പോകുന്ന ഒരു സ്ത്രീ എന്നുള്ള പേര് എനിക്ക് കിട്ടിയത്. അപ്പൊ അത് അവര് സെർച്ച് ചെയ്തതിന് ശേഷം അവര് വന്ന് നമ്മളോട് പറഞ്ഞു, ഇങ്ങനെ സ്വീകരണം വെച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുദർശൻ ഭഗത് സാറ് ഉപഹാരം, പൊന്നാടി, അവാർഡൊക്കെ നമുക്ക് തന്ന് പിന്നെ 2000 കാളാഞ്ചി കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഒരു കൂട് കൃഷി നമുക്ക് ഇട്ട് തന്നു. അതിന് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ടതായ അംഗീകാരങ്ങളും എല്ലാം അത് നമുക്ക് കിട്ടി. ഇപ്പോൾ ഈ ഒരു ലൈസൻസ് കിട്ടിയല്ലോ, അപ്പൊ അതെന്താണ് പുതിയൊരു ജീവിതത്തിലൊരു മാറ്റം എന്ന രീതിയിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത്? എന്താണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ ലൈസൻസ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ? ഇപ്പോ സ്ത്രീകൾക്ക് അനുബന്ധ മത്സ്യത്തൊഴിലാളി ബുക്കാണ് സ്ത്രീകൾക്ക് നൽകുന്നത്. പുരുഷന്മാർക്ക് മാത്രമുള്ള ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ബുക്ക് അത് എനിക്ക് അപേക്ഷിച്ചപ്പോൾ ഫിഷറീസിൽ പോയിട്ട് ഞാൻ അപേക്ഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോ രേഖയ്ക്ക് തരാൻ
പറ്റൂല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒരാൾ മാത്രമായിട്ടാണ് ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്ക് ഈ അപേക്ഷ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അനുബന്ധം വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അനുബന്ധം വേണ്ട, കാരണം പുരുഷന്മാരെ പോലെ തന്നെ ഞാനും കടലിൽ പോയി പണിയെടുക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ എനിക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ബുക്ക് തന്നുകൂടെയും ചോദിച്ചു. അപ്പൊ അവർക്ക് അതൊരു പേടി പോലെയായിരുന്നു തരാൻ. അങ്ങനെ CMFR വെച്ചിട്ട് സുദർശൻ ഭഗത് സാറും ഡയറക്ടർ ഗോപാലകൃഷ്ണൻ സാറൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ചു. എന്തെങ്കിലും പറയാനുള്ളതുണ്ടെങ്കിൽ മന്ത്രിയോട് പറയാന്ന് പറഞ്ഞു. അപ്പോ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ബുക്ക് ഉണ്ട്, ഭാര്യയ്ക്കില്ല, അത് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസത്തിനുള്ളിൽ നമുക്ക് മേഴ്സിക്കുട്ടിയുമൊക്കെ ആയിട്ട് ഇടപെട്ടതിന് ശേഷം നമുക്ക് 3 മാസത്തിനുള്ളിൽ നമുക്ക് ബുക്ക് കിട്ടി. ഇപ്പൊ ഈ ഇങ്ങനെ കൂടുതൽ പെൺകുട്ടികളോട്, സ്ത്രീകളോടൊക്കെ ഈ മേഖലയിലേക്ക് നമുക്കും കടന്നു വരാം, ധൈര്യമായി നമുക്കും ജോലി ചെയ്യാം, നമുക്കും തൊഴിൽ ചെയ്യാവുന്ന ഒരു ഇടമാണിത് എന്ന് ഒക്കെ രേഖ ആരോടെങ്കിലും ഒക്കെ പറയാറുണ്ടോ? അങ്ങനെ പ്രചോദനം നൽകാറുണ്ടോ? അങ്ങനെ ഞാൻ ആരോടും പറയാറില്ല. കാരണം വെച്ചാൽ ഇത് റിസ്ക് പിടിച്ചൊരു മേഖലയാണ്. കാരണം ഏത് സമയത്തും അപകടം വരാവുന്ന ഒരു മേഖലയാണ് കടല്. എത്ര നമ്മൾ ശാന്തമായ കടലിൽ പോയാലും ചില സമയത്ത് കടല് പ്രക്ഷുബ്ധമാകും. അപ്പൊ ആ സമയത്ത് നമ്മള് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്ത്രീകൾ പണിയെടുക്കണം, പണിയെടുക്കാതിരിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സ്ത്രീകൾ പണിയെടുക്കണം, അവർക്ക് പറ്റുന്ന മേഖലയിൽ. ഇപ്പൊ എന്നെ പോലെ ഇത്തിരി ധൈര്യം ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഏത് മേഖലയിലും പണിയെടുക്കാം. പക്ഷെ നമുക്കൊരു വിശ്വാസം, ആത്മവിശ്വാസം, ധൈര്യം, കഠിനാധ്വാനം, പിന്നെ ഒരു ചെറിയൊരു ഭാഗ്യം, ഇതൊക്കെ വേണം നമുക്ക് ഇങ്ങനെയുള്ള മേഖലയിൽ പണിക്ക് പോകുമ്പോ. പിന്നെ മാത്രമല്ല കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പിന്തുണ അതും വളരെ വലുതാണ് അല്ലേ? ഇപ്പോ രേഖയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? എനിക്ക് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു വീട്, നമുക്കൊരു അടച്ചുറപ്പുള്ള ഒരു നല്ലൊരു വീട്. പിന്നെ മക്കള് 4 പെൺകുട്ടികളാണ്. അവരെ ഭാവി, അതായത് അവരെ പഠിപ്പ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ അന്നത്തിനൊരു ബുദ്ധിമുട്ട് വരരുത്, അവരുടെ വസ്ത്രത്തിനായാലും അന്നത്തിനായാലും ഒരു ബുദ്ധിമുട്ട് വരരുത്. പിന്നെ അവർക്ക് നല്ലൊരു വിവാഹം, എല്ലാവരും നല്ല രീതിയിൽ വിവാഹം കഴിച്ചു കൊടുക്കണം. ഇത്രയുള്ള ആഗ്രഹം. വളരെ നന്ദി രേഖ, എല്ലാ ആശംസകളും നേരുന്നു. മീനു ഇപ്പോൾ ഈ കേക്ക് നിർമ്മാണം, അതിൽ 5 വർഷമായിട്ട് ഈ ഡിസൈനർ കേക്കിൻ്റെ മാത്രം ബേക്കിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പല പല വെറൈറ്റികൾ കൊണ്ടുവരിക എന്നത് അതെങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? അതിനുള്ള ഐഡിയകളൊക്കെ എങ്ങനെയാണ്? സ്വയം ആലോചിച്ചെടുക്കുന്നതാണോ, അതോ ഇത്തരത്തിൽ പല സൈറ്റുകളിലുമൊക്കെ നോക്കി കാര്യങ്ങൾ പഠിച്ച് അതിലെങ്ങനെയാണ് നമുക്കൊരു ഇന്നോവേറ്റീവ് സാധനം കൊണ്ടുവരാൻ പറ്റുക, അങ്ങനെ നോക്കിയാണോ? എങ്ങനെയാണ് ഈ വെറൈറ്റി കണ്ടെത്താൻ ശ്രമിക്കുന്നത്? വെറൈറ്റി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഒന്നും കോപ്പി ചെയ്യാറില്ല. ഒരിക്കൽ പോലും ഒരു ഡിസൈൻ കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എന്നും എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അതിലുണ്ടാവണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ കസ്റ്റമേഴ്സ് പൊതുവേ അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അവർ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ പോയിട്ട്, ഇപ്പം ബർത്ത്ഡേ കേക്ക് ആണെങ്കിൽ അവർക്കൊരു തീം ഉണ്ടാവും, ഇപ്പോൾ വെഡിങ്ങിനാണെങ്കിൽ അവരുടെ ഐഡിയ ഉണ്ടാവും. അവർ കുറേ പിക്ചേഴ്സൊക്കെ നോക്കിയിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരും, വാട്സാപ്പിൽ അല്ലെങ്കിൽ മെസ്സേജായിട്ട് നമുക്ക് അയച്ചു തരും. അപ്പം അതിന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അവിടെയും ഞാൻ വരുത്താൻ നോക്കാറുണ്ട്. അങ്ങനെ പക്ക നമ്മൾ കോപ്പി ചെയ്ത് ചെയ്യാറില്ല. അപ്പോൾ കസ്റ്റമർ നമുക്ക് അതിനുള്ളൊരു ഫ്രീഡം തരുന്നുണ്ട്. മാമിന് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ ഇതൊന്ന് മാറ്റിക്കോളൂ, എന്തെങ്കിലും ഇംപ്രവൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് ആ ഫ്രീഡം തരുന്നതുകൊണ്ട് എപ്പോഴും ആ ഒരു ക്രിയേറ്ററിൻ്റെ ഫ്രീഡം അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പൊതുവേ ചെയ്യാറ്, അല്ലാതെ കോപ്പി ഡൗൺ ചെയ്യാറില്ല ഡിസൈൻസ്. ഇപ്പോൾ ഈ ക്രിസ്മസ് കഴിഞ്ഞിരിക്കുകയാണ്, ഇനിയിപ്പോൾ ന്യൂ ഇയർ വരുന്നു. അപ്പോൾ ഈ നല്ല തിരക്കുള്ള സീസൺ കൂടി ആയിരിക്കും ഇത് അല്ലേ മീര? അതെ, ക്രിസ്മസിന് ഒരിക്കലും ഒരു റെസ്റ്റ് ഇല്ല. 23 hours ചിലപ്പോൾ വർക്ക് ചെയ്യാറുണ്ട്. അത്രത്തോളം ബിസി ആയിട്ടുള്ള ഒരു ബേക്കറിന് ഏറ്റവും ബിസി ആയിട്ടുള്ള സീസണാണ് ഡിസംബർ എന്ന് പറയുന്നത്. അത് ന്യൂ ഇയർ കഴിഞ്ഞൊരു 2 ദിവസം വരെയും ചിലപ്പോൾ നമുക്ക് ആ തിരക്ക് നീണ്ടുപോകാറുണ്ട്. ഒരു 5-ാം തീയതി വരെയും കേക്കിൻ്റെ ഓർഡേഴ്സ് വരാറുണ്ട്. ഇപ്പം മീരയെ സംബന്ധിച്ച് ഇപ്പോൾ എറണാകുളത്ത് ഇങ്ങനെ പേരെടുക്കുക എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് ഒട്ടും എളുപ്പമല്ല. ഒരുപാട് പേര് ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു പേരെടുക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തോടെ തന്നെയാണോ ഈ ഒരു മേഖലയിലേക്ക് വന്നത്? അത് ആദ്യം വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തുടങ്ങുകയാണെങ്കിൽ പോലും അങ്ങനെ ഒരു പേരെടുക്കാൻ എനിക്ക് സാധിക്കണം, അങ്ങനെ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സ്വപ്നം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കേക്ക് ഉണ്ടാക്കാനാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഈ കേക്ക് കഴിച്ചതിന് ശേഷം അവർ ബേക്കറികളിൽ നിന്ന് മേടിക്കുന്ന കേക്കുമായിട്ട് കമ്പയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ അവർക്ക് വലിയ വ്യത്യാസം അതിൽ കണ്ടത്. അതിനുശേഷമാണ് എനിക്ക് ഓർഡേഴ്സ് ഒരുപാട് വന്നു തുടങ്ങിയത്. പിന്നെ തീർച്ചയായിട്ടും കുക്കറി ഷോസ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അതൊരു വലിയൊരു എന്താ പറയണ്ടേ, പേരെടുക്കാൻ ഒരുപാട് എന്നെ സഹായിച്ചൊരു കാര്യമാണ്.
അങ്ങനെ ഓർഡേഴ്സ് കിട്ടി തുടങ്ങി. അപ്പം ഓരോ കേക്കും നമ്മൾ ചെയ്യുന്നത് ഇവർ ഈ കസ്റ്റമർ അത് കഴിച്ചിട്ട് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി, വളരെ വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ ബേക്കറി സ്റ്റൈലേ അല്ല, ഒരു ഹോം ബേക്കറി ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം നമ്മളെല്ലാം പോയി സാധനങ്ങൾ നമ്മൾ മേടിക്കുകയും ഹോം ബേക്കറി എന്ന രീതിയിൽ തന്നെ മറ്റ് ആളുകളും ഉണ്ടാകില്ലേ? അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് മീര വ്യത്യസ്തയാകുന്നത്? സ്വയം എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് വ്യത്യസ്തയാകുന്നത് എന്നത് സ്വയം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ എപ്പോഴും ക്വാളിറ്റിയിലാണ് നോക്കുന്നത്. ഒരു തരത്തിൽ ഞാനതിൽ കോംപ്രമൈസ് ചെയ്യാറില്ല. എനിക്ക് ഇപ്പോൾ ഒരു ഡിസൈൻ ഒരാൾ തന്നാൽ അത് ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെയാണ് കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കാം. പല കസ്റ്റമേഴ്സും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തന്നതിനേക്കാളും ഭംഗിയായിട്ടാണല്ലോ മീര ഇത് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ് അതാണ്. ഒരു മോണിറ്ററി അതിനേക്കാളും നമുക്ക് കിട്ടുന്ന സന്തോഷം അതാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ആകാൻ തുടങ്ങിയത്. മറ്റുള്ളവരിപ്പം കസ്റ്റമർ ആണെങ്കിലും പറയും, പലയിടത്തും അവർ ചിലപ്പോൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും ഒരു ഡിസൈൻ. പലരെയും കേക്ക് മീൻസ് പലരുടെ കയ്യിൽ നിന്നും കേക്ക് മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ അടുത്ത ഒരു ഒക്കേഷൻ വരുമ്പോൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഇവരെക്കാളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുമ്പം പിന്നെ ആ കസ്റ്റമർ നമ്മളെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും, അവർ വേറൊരാളിലേക്ക് പോവില്ല. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓരോ കേക്കും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ അതിലൊരു വ്യത്യസ്തമായിട്ട് വരാനും നമുക്കിതൊക്കെ ഒത്തിരി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പം ഒരുപാട് എറണാകുളമൊക്കെ ആകുമ്പോൾ ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ സമീപിച്ചിട്ടുണ്ടാകണം, കേക്ക് ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് തന്നെ പ്രത്യേക ഒക്കേഷന് വേണ്ടിയൊക്കെ ഡിസൈനർ കേക്കുകൾ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ ഏറ്റവും ഒരു വലിയൊരു അപ്രീസിയേഷൻ കിട്ടിയത് അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടോ? ഒരുപാടുണ്ട്. എനിക്ക് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ബാലയുടെ ബർത്ത്ഡേക്കാണ് എനിക്ക് കേക്ക് ചെയ്യാൻ പറ്റിയത്. അതിന് മുൻപായിട്ട് ഒരുപാട് ഇപ്പോൾ സിനിമയുടെ ഒരു 50-ാം ദിവസം 100-ാം ദിവസം അല്ലെങ്കിൽ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അവരുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പല ഫിലിം സ്റ്റാർസിൻ്റെ ബർത്ത്ഡേക്ക്, അവരുടെ മക്കളുടെ, അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് കേക്കുകൾ ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സന്തോഷം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു നടൻ ബാലയുടെ ബർത്ത്ഡേ. അപ്പം അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോഴേക്കും അദ്ദേഹം ഒരുപാട് എന്നെ സന്തോഷത്തോടെ അഭിനന്ദിച്ചു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. ബേക്കറികളിലെ ആ ഒരു രുചി ശീലിച്ചവർക്ക് ഒരു ഹോം ബേക്കറിൻ്റെ ഒരു കേക്ക് കഴിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് പുള്ളി ഒരുപാട് നല്ല സന്തോഷത്തോടെ നല്ല വാക്കുകൾ കൊണ്ട് എന്നെ അഭിനന്ദിച്ചു. അതെനിക്ക് ഒത്തിരി എൻ്റെ കരിയറിലെ ഒരു വലിയ സന്തോഷമാണത്. കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ശരി, ഏറ്റവും ഒടുവിലുണ്ടായ ആ ഒരു മനോഹരമായ അനുഭവമാണ് മീര പങ്കുവച്ചത്. ധന്യ ഒരുപാട് പേർക്ക് ഇങ്ങനെ തൊഴിൽ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു, ഒപ്പം അവരെ കൊണ്ട് സ്വയമായി സംരംഭം തുടങ്ങാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിൽ സ്വയം അങ്ങനെ സംരംഭം തുടങ്ങി ഒരു ഇടം കണ്ടെത്തിയ ആളുകളെക്കുറിച്ച് അവരെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അവരെങ്ങനെയാണ് ഇപ്പോൾ ആ മേഖലയിൽ പേരെടുത്തിരിക്കുന്നതെന്ന് ഉള്ളത്? തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിട്ടുള്ളത് അതിക്രമത്തിനിരയായിട്ടുള്ള കുട്ടികളാണ്. കാരണം അങ്ങനെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസികമായിട്ട് അവർ വളരെ താഴ്ന്ന മാനസികാവസ്ഥയായിരിക്കും. അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ഏറ്റവും പാടാണ് അങ്ങനെ നമുക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അതുകൊണ്ട് ഇപ്പം റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികൾ ഇപ്പം എന്താണ്, അവരെ ഈ സന്ധ്യാസമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ ഏറ്റവും കൂടുതൽ പിന്നെ തലയൊക്കെ ഇങ്ങനെ തലമുടിയൊക്കെ പിടിച്ച് വലിച്ച് സംഘർഷമൊക്കെ ഇങ്ങനെ കൂടി അങ്ങനെയൊക്കെ കാണിക്കും. പിന്നെ തല ചിലപ്പം ചെവറിനടിക്കും. ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് പേടിയാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും അവരെ തലച്ചോറൊക്കെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിക്കും. ആ രീതിയിലുള്ള സംഘർഷമാണ് അവർ വെളിയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനാണ് ആദ്യം നമ്മൾ വരയ്ക്കാൻ കഴിവുള്ള ഒരു 15 കുട്ടികളെ സെലക്ട് ചെയ്ത് തിരുവനന്തപുരത്ത് പെരൂർക്കടയിൽ നമ്മൾ ആദ്യം ഒരു വീടെടുത്ത് നമ്മുടെ ഈ ഫൈൻ ആർട്സ് കോളേജിൽ, തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ PG കഴിഞ്ഞ 3 പേരെ ട്രെയിനർമാരാക്കി വെച്ച് ഈ 15 പേർക്ക് ആദ്യം പരിശീലനം കൊടുത്തു. അങ്ങനെ അവർ ആദ്യം, എന്നിട്ട് നമ്മൾ പിന്നെ സർക്കാരിൻ്റെ സഹകരണ മേഖലയിലെ കൈത്തറി പിന്നെ വീവിങ് സൊസൈറ്റികളിൽ നിന്ന് സാരി എടുത്ത് അങ്ങനെ അതിനകത്ത് ആദ്യം പെയിൻറ് ചെയ്ത് അങ്ങനെയാണ് ഹാൻഡ് പെയിൻറ്റഡ് സാരി തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇതിന് ഏറ്റവും കൂടുതൽ ആദ്യം ഈ ഒരു ഐഡിയയും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ റേഞ്ച് IG മനോജ് അബ്രഹാം സാറാണ്. അപ്പോൾ സാറാണ് ഞങ്ങളുടെ ഒത്തിരി കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഷെൽട്ടർ ഹോമിലേക്ക് അയക്കാതെ അതാതിടങ്ങളിൽ തന്നെ സുരക്ഷിതത്തോടെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു ആയിക്കോട്ടെ, പോലീസിൻ്റെ എല്ലാ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഇടങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള പോലീസിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് കൊടുത്തു. അങ്ങനെ ഒരു ഈച്ച പോലും കയറാത്ത രീതിയിൽ ഞങ്ങളുടെ കുട്ടികൾ അവരുടെ തന്നെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ സുരക്ഷിതരായി കുറച്ചെങ്കിലും സമാധാനത്തോടുകൂടി ജീവിതത്തിലേക്ക് വരുന്നതാണ് കണ്ടത്. പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പായിരുന്നു ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക. തൊഴിലും
അതുപോലെ വരുമാനമൊക്കെ ആകുമ്പോൾ ഇവർക്ക് നല്ല മാനസികമായിട്ട് നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ അവർക്ക് പയ്യെ പയ്യെ ജീവിതത്തിലേക്ക് വരാൻ പറ്റും. നോർമലായിട്ടുള്ള ഒരാളെ ആക്കിയെടുക്കാനാണ് നമ്മുടെ ഒരു ശ്രമം. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാൻഡ് പെയിൻറ്റഡ് സാരി ആദ്യം തുടങ്ങിയത്. അതിപ്പോൾ ഒരു 15ഓളം കുട്ടികൾ അതിനകത്ത് മുഴുകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഓസ്ട്രേലിയ, കാനഡ അങ്ങനെ വിവിധ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ സാരി എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറാമിക് പോട്ടിൽ ആയുർവേദ മെഡിസിനൽ പ്ലാന്റ്സ്, മണി പ്ലാന്റ് അങ്ങനെ അതൊക്കെ ഞാൻ ലാൻഡ്സ്കേപ്പിംഗ് സർക്കാരിൻ്റെ നിർമ്മിതി പോയിട്ടാണ് ഞാൻ ലാൻഡ്സ്കേപ്പിംഗ് പഠിച്ചത്. പഠിച്ചത് ഞാൻ ഒരു 10 പെൺകുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്തു. അവരതിപ്പോൾ ഒരു വീട്ടിൽ അവരൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനും വേർട്ടിക്കൽ ഗാർഡൻ അടക്കം ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗ്, വേർട്ടിക്കൽ ഗാർഡൻ അടക്കമുള്ള പുതിയ വർക്കിലേക്ക് നമ്മുടെ കുട്ടികൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഈ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് സമയമില്ല എന്നുള്ളത്. ധന്യയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് ധന്യ ചെയ്യുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ സഞ്ചരിക്കേണ്ടി വരുന്നു, അവിടെ നിന്ന് എക്സ്പോർട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ സ്വയം പര്യാപ്തരാക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതിന് ഒപ്പം തന്നെ ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ മറ്റ് തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ. ഇത് എങ്ങനെയാണ് ഇതെല്ലാം കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് സ്വാഭാവികമായും സംശയം തോന്നുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ആയി തീരുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിന്നെല്ലാം ഒന്ന് പിന്മാറണമെന്നും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട് ഇതുവരെ ആ സിമെൻറ്റ് തേച്ചതല്ലാതെ അതിനൊന്നും പെയിൻ്റ് അടിക്കാൻ പോലും എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതിപ്പോഴും ഞാൻ ജനിച്ചു വളർന്ന ലക്ഷം വീട് കോളനിയിൽ ആ വീട് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, വീട്ടിനകത്ത് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന് പോലും എനിക്ക് പറ്റിയിട്ടില്ല. കാരണം അത്രയും പോലും എനിക്ക് അതിനുവേണ്ടി സമയം അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കുടുംബത്തിന് വേണ്ടി പോലും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, ഭർത്താവ്, കുഞ്ഞ് ഇവരൊക്കെ വളരെയധികം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു കുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായാൽ അവൾ എങ്ങനെ ഇരിക്കും, ആ ജീവിതത്തിൻ്റെ അങ്ങേ അറ്റമാണ്. അവരെയാണ് നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവരെയാണ് നമ്മൾ എല്ലാ സുരക്ഷിതത്വവും ഒരുക്കി ഈ സമൂഹത്തിന് മുമ്പിൽ തന്നെ ജീവിപ്പിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് അവർ പറയും, ശരി നമ്മളൊരു ജീവിതം ഇങ്ങനെ ആയിക്കോട്ടെ, അത് അങ്ങനെ ഒഴിഞ്ഞു വെച്ചത് തന്നെ, അല്ലെങ്കിൽ എനിക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്നും ഒക്കെ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരാളാണ്. ചില സമയത്ത് ഭയങ്കര മാനസിക സംഘർഷം നേരിടേണ്ടി വരാറുണ്ട്. ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ള പേടി. കാരണം എന്നും ഗ്രീവൻസ് ആണ്, ദുഃഖമുള്ള കാര്യങ്ങളല്ലാതെ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എങ്ങനെയാണൊന്ന് രക്ഷ നേടുന്നത്, അതിനുള്ള എന്ത് വഴിയാണ് സ്വീകരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്കറിയാം. ധന്യയിലേക്ക് എത്താം. കാശി, ഒരു സ്ത്രീയായിട്ട് നമ്മൾ പറഞ്ഞല്ലോ 20 വർഷം മുൻപ് ഒരു സ്ത്രീയായി ഒരു ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് ചുവടുവെച്ചപ്പോൾ ഒരു സ്ത്രീയാണ് എന്നതുള്ള തന്നെ ഈ അവസരങ്ങൾ നിഷേധിക്കപ്പെടുക, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അത് വേണ്ട, അല്ലെങ്കിൽ ഒരു സംശയത്തോടെ ഇവർക്കത് ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിലൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൽ നിന്ന് ഒരുപാട് ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മനോഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഒരു കല്യാണം എടുത്തു. ആദ്യമായിട്ട് ഞാനത് ഇപ്പോഴും ഓർക്കുന്നു വ്യക്തമായിട്ട്. ആദ്യമായിട്ടൊരു വർക്ക് എടുത്തു, അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റി. അങ്ങനെ ആൾക്കാരെ ഓരോരുത്തർ കണ്ട് അങ്ങനെ വിളിച്ചു. പക്ഷേ ഞാനിതുപോലെ ഒരു ചാലക്കുടിയിലൊരു കല്യാണമാണ് എടുക്കാൻ പോയത്. അന്ന് ഞാൻ ആദ്യം വീഡിയോഗ്രാഫറായിട്ടാണ് ഈ ഫീൽഡിൽ വന്നത് തന്നെ. അപ്പോൾ വീഡിയോ വർക്ക് ചെയ്യുമായിരുന്നു അന്ന്. അപ്പോൾ അന്നൊക്കെ എന്ന് പറയുമ്പം 2 ലൈറ്റ് പിടിക്കാനും 2 ആളും ഒക്കെ കൂടെ ഉണ്ടാവും. അങ്ങനെയായിരുന്നു ആ യാത്രകളൊക്കെ. അങ്ങനെ ഞാൻ ഏകദേശം മുഹൂർത്തം നടക്കുന്നു, നടക്കുന്ന സമയം, താലികെട്ട് നടക്കുന്നു. ശരിക്കും നടക്കുമ്പോഴാണ് എൻ്റെ ക്യാമറയുടെ ലൈറ്റ് ഓഫായിപ്പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കറണ്ട് സപ്ലൈ പോയതായിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. പക്ഷെ അതല്ലായിരുന്നു. ഓപ്പോസിറ്റുള്ള ഫോട്ടോഗ്രാഫർ, ക്യാമറാമാൻ ആ ലൈറ്റ് ഓഫ് ചെയ്യുക ചെയ്തത്. അത് പിന്നീടാണ് ജസ്റ്റ് സമയം കൊണ്ട് എനിക്കത് മനസ്സിലായത് തന്നെ. എൻ്റെ കൂടെ സ്റ്റില്ലെടുക്കാൻ വന്ന എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്, ചേച്ചി അതിങ്ങനെ കട്ട് ചെയ്തതാണ് അവർ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആ ക്യാമറയിൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ തന്നെ വർക്കെല്ലാം ഭംഗിയാക്കി എടുക്കാൻ സാധിച്ചു. പക്ഷേ അതിന് ശേഷം പിന്നെ അദ്ദേഹമായിട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു. അതിനുശേഷം എപ്പോഴും ഒരു ജാഗ്രതയോടെയാണ് പിന്നീട് അല്ലേ കാശി? അതിനുശേഷം ഈ ഇത്തരത്തിലുള്ള കല്യാണം ഒക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് പിന്നീട് ഒരു ജാഗ്രതയോടെ ആയിരിക്കാം പ്രവർത്തിച്ചിരുന്നത് അല്ലേ? കുറച്ചു കാലത്തേക്ക് ജാഗ്രത ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതങ്ങ് മനസ്സിൽ നിന്ന് പോയി. പിന്നെ എല്ലാവരും നമ്മളെ ഉൾക്കൊള്ളാൻ തുടങ്ങി എന്നൊരു തോന്നൽ നമുക്ക് വന്നപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങളൊന്നും വന്നില്ല.
പിന്നീട് ക്യാമറകളുടെ സൗകര്യങ്ങളും ഒക്കെ കൂടി വന്നപ്പോൾ എല്ലാ തരത്തിലും അപ്ഡേഷനായി വന്നപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ സമൂഹം അംഗീകരിക്കാനായിട്ട് കുറെ കാലം എടുത്തു. ഇത് ലേഡി അല്ലേ, ശരിയാവുമോ, ആൽബം ശരിയാവുമോ, ഫോട്ടോ എടുത്താൽ കിട്ടും. ഇപ്പോൾ പോലും എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ അത്രയധികം ഇല്ല ചോദിക്കാറുണ്ട് എന്നോട് ആൾക്കാർ. അപ്പൊ ഇനിയിപ്പോ കൂടുതൽ എന്താണ് ഭാവിയിലേക്കൊരു ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ, അതും സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് സാധ്യതകളൊക്കെ ഉണ്ട് ഇതിലെല്ലാം. അപ്പൊ അതിലൊക്കെ കൂടുതൽ ഇനിയിപ്പോ ഈ കല്യാണം അതൊക്കെ വിട്ടിട്ട് ഇത്തരത്തിലുള്ള യൂഷ്വലായി നടക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇനി കുറച്ചുകൂടി അതിന്റെ ഒരു അടുത്ത പടിയിലേക്ക് പോകണം, അങ്ങനെ കരുതുന്നുണ്ടോ? അതിൻ്റെ അടുത്ത പടി എന്ന് പറയുന്നത് ഇത് എത്ര കാലം ചെയ്യാൻ പറ്റുമോ അത്രയും കാലം ചെയ്തു പോകുക എന്ന് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. കാരണം ജനറേഷൻ ഇങ്ങനെ മാറി മാറി വരുന്നതോറും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫീൽഡ് തന്നെ വളരെ കോമ്പറ്റീറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് നിലവിൽ ഈ ഒരു 20 വർഷമായിട്ടും നമുക്കിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷേ ഈ ക്യാമറയുടെ അപ്ഡേഷനാണ് ഞങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത്. കാരണം നമ്മളൊരു ക്യാമറ എടുത്ത് 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ക്യാമറ ഇറങ്ങുകയാണ്, അതിൽ സൗകര്യങ്ങൾ കൂടുതലായിക്കൊണ്ട്. അപ്പോൾ അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഒരു സംശയം വരുന്നുണ്ട്. എന്നാലും പ്രശ്നമില്ലാതെ തന്നെ നാളിതുവരെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ ഈ ഒരു മേഖല ഇഷ്ടപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും. അപ്പോൾ ഇതൊരു തൊഴിലാക്കി തന്നെ നമുക്ക് എടുക്കാം എന്ന തരത്തിൽ മാതൃകയാകാൻ കഴിഞ്ഞിട്ടുണ്ട് കാശിക്കെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ, കാരണം ഞാൻ വർക്ക് എടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പഠിച്ച 1-2 കുട്ടികൾ തന്നെ ഇപ്പോൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പലരും ഇങ്ങനെ ചോദിച്ചു പോകും, പക്ഷേ അവർക്ക് പഠിക്കാൻ താല്പര്യമാണ്. പക്ഷേ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഫോട്ടോഗ്രാഫർ ആകുക എന്ന് പറയുന്നത്, ഫീൽഡിൽ പോവുക എന്നൊക്കെ പറയുന്നത്, വീട്ടിലൊരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതില്ലാത്ത കുട്ടികൾക്ക് ആഗ്രഹിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ ഇതിൽ. അതാണ്. അപ്പോൾ ഈ കുടുംബത്തിന്റെ പിന്തുണയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ അത്തരത്തിൽ കാശിയുടെ കുടുംബത്തിൽ നിന്ന് ഇതിന് തീർച്ചയായും പിന്തുണ കിട്ടിയിട്ടുണ്ടാകുമല്ലോ, അതേക്കുറിച്ച് കൂടി. തീർച്ചയായും എനിക്ക് കുടുംബത്തിൻ്റെ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ, എൻ്റെ അച്ഛൻ, അമ്മ, ഇവരുടെയൊക്കെ ഒരു പിന്തുണ ആ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിരുന്നു. വളരെ നല്ലതുപോലെ തന്നെ അവരെന്നെ പിന്തുണച്ചിട്ടുമുണ്ട്. കാരണം എൻ്റെ കുട്ടികൾ ചെറിയ ക്ലാസ്സിലായിരുന്നപ്പോഴാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് തന്നെ. എൻ്റെ മകൻ മൂത്താൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, ഇപ്പോൾ ആൾ ദുബായിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത്രയും വ്യത്യാസം വന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളും ഇതുമെല്ലാം നോക്കി പോകണമെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് തന്നെ എനിക്ക് അത്യാവശ്യമായിരുന്നു. അത് നല്ലതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിലായി മീരയിലേക്ക്. മീര, ഇപ്പോൾ ഈ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട എന്നൊക്കെ മീര പറയുമ്പോൾ പോലും ഇതിൽ ഒരുപാട് നമ്മളുടെ ഒരു സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്, നമ്മളുടെ ക്രിയേറ്റിവിറ്റിയുടെ ആവശ്യമുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ നേരത്തെ കാശിയൊക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ധന്യയ്ക്കും ഒക്കെ എല്ലാവർക്കും ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ വേണ്ടത് കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ്. അത് തീർച്ചയായിട്ടും മീരയ്ക്കും അത് ഉണ്ടോ എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 100% ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഫീൽഡിൽ നമുക്ക് ഇത്രയും ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത്. അല്ലാതെ നീ ഇതൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നൊരു ഫാമിലി ആണെങ്കിൽ, എസ്പെഷ്യലി ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും, ഇൻലോസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എൻ്റെ പേരൻസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എന്നും അവർ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ നീ ഇത് നിർത്തിക്കോ, ഇത് നിനക്ക് പറ്റുന്ന കാര്യമല്ല, വീട്ടിലെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും മാത്രം നോക്കി ഇരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു ഫാമിലി ആണെങ്കിൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ ഇത്രയും ഒരു വിജയം നമുക്കുണ്ടാവില്ല. എല്ലാ രീതിയിലും അവരുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടുണ്ട് എനിക്ക്. അത്തരത്തിൽ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ഏതാനും സ്ത്രീ രത്നങ്ങളാണ് ഇന്ന് 24 സ്ത്രീയിൽ അതിഥികളായി എത്തിയത്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനി ഏതാനും റിപ്പോർട്ടുകൾ കാണാം. കേരളത്തിലെ സ്ത്രീകൾക്ക് തണലും സംരക്ഷണവുമേകാൻ നമ്മുടെ നഗരങ്ങളിൽ അങ്ങോളം ഇങ്ങോളം പാഞ്ഞു നടക്കുന്ന ഒരു പെൺകൂട്ടമുണ്ട്. കേരള പോലീസിന്റെ പിങ്ക് പട്രോളിംഗിന്റെ വിജയയാത്ര കാണാം. പിങ്ക് എന്ന നിറത്തോട് കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു വിശ്വാസമുണ്ട്.
വിളിപ്പാടകലെ സഹായിക്കാൻ പലരുമുണ്ടെന്ന വിശ്വാസം. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടിയാണ് സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പിങ്ക് പെട്രോൾ സംവിധാനം ആരംഭിച്ചത്. പിന്നീട് വലിയ സ്വീകാര്യത ഏറ്റുവാങ്ങാനായി ഈ പിങ്ക് പോലീസ് കൂട്ടത്തിന്. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള വാഹനങ്ങളിൽ വനിതകൾ മാത്രമടങ്ങുന്ന കേരള പോലീസിന്റെ പിങ്ക് പെട്രോൾ സംവിധാനം മറ്റ് സംസ്ഥാനങ്ങളും മാതൃകയാക്കി. ദിവസേന വരുന്ന ഫോൺ കോളുകളുടെ എണ്ണം മാത്രം മതി പിങ്ക് പെട്രോളിന്റെ സ്വാധീനം തിരിച്ചറിയാൻ. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് ഒരു പരിധിവരെ കുറവ് സംഭവിച്ചതായാണ് പിങ്ക് പെട്രോളിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2016 ഓഗസ്റ്റ് 15 തിരുവനന്തപുരം കനകക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് ഘട്ടങ്ങളായി കൊച്ചി, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ, തൃശൂർ, കോട്ടയം, ആലപ്പുഴ എന്നീ നഗരങ്ങളിലും പദ്ധതി ആരംഭിച്ചു. ഡ്രൈവർ ഉൾപ്പെടെ പൂർണ്ണമായും വനിതാ പോലീസുകാർ കൈകാര്യം ചെയ്യുന്ന പെട്രോളിംഗ് വാഹനത്തിന്റെ യാത്രയും സ്ത്രീകൾ അധികമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. സ്ത്രീകൾക്ക് ഏത് സമയത്തും സഹായത്തിന് വിളിക്കാവുന്നതാണ് പിങ്ക് പെട്രോളിന്റെ 1515 എന്ന കൺട്രോൾ റൂം നമ്പർ. BSNL ആണ് കൺട്രോൾ റൂം നമ്പറുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനാൽ ചില സമയങ്ങളിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കോൾ ഡൈവേർട്ട് ചെയ്ത് തിരുവനന്തപുരത്തെ കൺട്രോൾ റൂമിൽ കിട്ടിയിരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്ന ആളുകളുടെ നമ്പർ വാങ്ങിയ ശേഷം അതത് ജില്ലാ കൺട്രോൾ റൂമിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. 24 സ്ത്രീ. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോ ഓർമ്മയായിട്ട് ഇന്നേക്ക് 11 വർഷം. 2 തവണ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്നു ഭൂട്ടോ. ഒരു മുസ്ലിം രാജ്യത്ത് പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിതയാണ് ബേനസീർ ഭൂട്ടോ. ശക്തമായ സ്ത്രീ സാന്നിധ്യമായി നിലകൊണ്ട ബേനസീർ പാകിസ്ഥാനിലെ 12ാമത്തെയും 16ാമത്തെയും പ്രധാനമന്ത്രിയായി. അഴിമതി ആരോപണങ്ങൾ പലപ്പോഴും ബേനസീറിന്റെ പേര് മാധ്യമങ്ങളിലേക്ക് വലിച്ചിഴച്ചെങ്കിലും അവർ തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്നു. ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളായാണ് അവർ കണക്കാക്കപ്പെട്ടിരുന്നത്. വിവിധ സർവകലാശാലകളിൽ നിന്നായി ഓണററി ഡോക്ടറേറ്റുകളും അവർ സ്വന്തമാക്കി. ഇന്ത്യ വിഭജനകാലത്ത് ഇന്ത്യയിലെ ഹരിയാനയിൽ നിന്ന് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലേക്ക് കുടിയേറി പാർത്തവരാണ് ബേനസീറിന്റെ കുടുംബം. 1953 സിന്ധ് പ്രവിശ്യയിലെ ഭൂവുടമകളുടെ കുടുംബത്തിൽ ജനിച്ച ബേനസീർ ഭൂട്ടോയുടെ പിതാവ് സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായി പ്രവർത്തിച്ചിട്ടുള്ള സമുന്നത നേതാവാണ്. ജനറൽ സിയാ ഉൽ ഹക്കിന്റെ നേതൃത്വത്തിലുള്ള പട്ടാള വിഭാഗം അധികാരം പിടിച്ചെടുത്ത് ബേനസീറിന്റെ പിതാവ് ഭൂട്ടോവിനെ തടവിലാക്കുകയും അദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തുകയും ചെയ്തപ്പോൾ അതിനെതിരെ പോരാടാൻ ബേനസീർ സധൈര്യം മുന്നോട്ടു വന്നു. ഇതേ തുടർന്ന് പലവട്ടം വീട്ടുതടങ്കലിലാക്കപ്പെടുകയും ചെയ്തു. ബഹുജനരോഷം വകവയ്ക്കാതെ 1979 ഏപ്രിലിൽ ഭൂട്ടോവിനെ പട്ടാള ഭരണകൂടം തൂക്കിക്കൊന്നു. തുടർന്നാണ് ബേനസീർ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ സാരഥ്യം ഏറ്റെടുത്തത്. കൂടുതൽ ശക്തിയോടെ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ് ബേനസീറിന് സാധ്യമായെങ്കിലും സിയാ ഉൽ ഹക്കിന്റെ ഭരണകൂടം അവരെ തടവിലാക്കി. എന്നാൽ 1988 സിയാ ഉൽ ഹക്ക് വിമാനാപകടത്തിൽ മരിച്ചതോടെ സ്ഥിതി മാറി. പൊതുതെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ തലപ്പത്ത് ബേനസീറായിരുന്നു. അങ്ങനെ 35ാം വയസ്സിൽ അവർ പ്രധാനമന്ത്രിയായി. 2007 ഡിസംബർ 27 റാവൽപിണ്ടിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയുടെ അവസാനം കാറിലേക്ക് കയറവേ ചാവേറുകളുടെ വെടിയേറ്റാണ് ബേനസീർ ഭൂട്ടോ മരിക്കുന്നത്. ശക്തിയായ ഒരു വനിതയെ നഷ്ടമായെങ്കിലും ചരിത്രത്താളുകളിൽ ബേനസീർ എന്ന പേര് എഴുതി ചേർക്കപ്പെട്ടു. 24 സ്ത്രീ. പാരമ്പര്യ കലകളുടെ നേരാവിഷ്കാരവും പരിശീലനവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ വയനാട് ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന ലസിതം 2018 തുടക്കമായി. വിദ്യാർത്ഥികൾക്ക് പാരമ്പര്യ കലകളിൽ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. കലാകാരന്മാരുടെ വോളണ്ടറി സംഘടനയായ സ്പിക്മാക്കയുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പരമ്പരാഗത കലകളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകി അവരെ സംസ്ഥാന ദേശീയ മത്സരങ്ങൾക്ക് പ്രാപ്തരാക്കുകയാണ് കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ശില്പശാലയുടെ ലക്ഷ്യം. വയനാട്ടിൽ തുടങ്ങുന്ന പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താക്കളാകട്ടെ പുറം കലകൾ അത്ര പരിചിതമല്ലാത്ത ആദിവാസി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും. ശാസ്ത്രീയ നൃത്തം, ഭരതനാട്യം, ശാസ്ത്രീയ സംഗീതം, കളരിപ്പയറ്റ്, ചിത്രം വര തുടങ്ങി വിവിധ കലാരൂപങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട് ഇവിടെ. പ്രമുഖരായ ഗുരുക്കന്മാരാണ് ക്ലാസ് കൊടുക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും ഉള്ളവരുണ്ട്. മാത്രമല്ല ഈ 3 ദിവസം കൊണ്ട് അതിൻ്റെ പ്രാഥമികമായ കുറേ കാര്യങ്ങൾ അവർ പഠിക്കേണ്ടത്. 120ഓളം സ്റ്റെപ്പ് ഭരതനാട്യത്തിൽ മാത്രം കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾ പഠിച്ചിരുന്നു, മുദ്രകളെല്ലാം പഠിച്ചിരുന്നു.
3 ദിവസം നീണ്ടു നിൽക്കുന്ന 2 ക്യാമ്പുകളിലായി 700 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവർ താൽപര്യം പ്രകടിപ്പിച്ച ഇനമാണ് പരിശീലിപ്പിക്കുന്നത്. ക്യാമ്പ് പൂർത്തിയാകുന്ന ദിവസം മുഴുവൻ കുട്ടികളും അതതിനം സംഘമായി അവതരിപ്പിക്കും. കലാകാരന്മാരുടെ വോളണ്ടറി സംഘടനയായ സ്പിക്മക്കായുടെ സഹായത്തോടെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. 24 വയനാട്. ഇന്നത്തെ 24 സ്ത്രീ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയമായി നാളെ. നമസ്കാരം.